അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ നിലമ്പൂരിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്, അല്ലെങ്കിൽ ഘടകങ്ങൾ എന്താണ്, എന്തായിരിക്കും ആ വിധി എന്ന സൂചനയാണ് താങ്കൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുക? അരുൺകുമാർ. കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ, ഏറ്റവും അവസാനത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23-ന് പുറത്തിറക്കുകയും അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുകയും ചെയ്തു. അതുപോലെ ക്ഷേമ പദ്ധതികൾ ഊന്നി നിന്നുകൊണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതിദാരിദ്ര്യ സർവേ നടത്തി ദാരിദ്ര്യം ഇല്ലാത്ത ഒരു നാട് സൃഷ്ടിക്കാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി ഒരു വികസിത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ കഴിഞ്ഞ 9 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ വലിയ വൻ വിജയം, അതോടൊപ്പം തന്നെ ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നോളജ് മിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരായി സ്കിൽഡാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകളുടെ വിജയം, അത്തരത്തിൽ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സജീവമായിട്ടുള്ള ചർച്ചയായി മാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ 9 കൊല്ലത്തിനിടയിൽ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂൾ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം സജീവമായിട്ടുള്ള ചർച്ചയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യ രാഷ്ട്രീയ വിഷയം വികസനം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഏറ്റവും നല്ല ഇടപെടലാണ്. ഭരണ തുടർച്ചയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം സഖാവ് എം സ്വരാജിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു വിജയത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, താങ്കൾ ഇത് പറയുമ്പോൾ നേരിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ആ വാദവുമായിട്ട് നേരിട്ട് തന്നെ ഒരു ഹെഡ് ഓൺ കൊളീഷനിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം UDF-ൽ ഐക്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഘടകം പറഞ്ഞത് ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് നിലമ്പൂരിൽ എന്നാണ്. താങ്കളാകട്ടെ ശക്തമായിട്ടുള്ള ഭരണാനുകൂല വികാരം അവിടെ ഉണ്ട് എന്ന പറഞ്ഞു വയ്ക്കാവുന്ന, ഇന്ന് വിശേഷിപ്പിക്കാവുന്ന നിരീക്ഷണമാണ് നടത്തിയത്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന നിരീക്ഷണത്തോടുള്ള പ്രതികരണം. അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ ഒരു പ്രതികരണമോ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർന്നു വരുന്നതോ നമ്മൾ കണ്ടില്ല. ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മെയ് മാസം 25-ാം തീയതിയാണ്. അന്ന് മുതൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ച് നടന്ന് ധൈര്യമുണ്ടോ നിലമ്പൂരിൽ വന്ന് മത്സരിക്കാൻ എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളികളിലൂടെയാണ് UDF മുന്നോട്ട് പോയത്. ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ആ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ദിവസം വരെ സമയമുണ്ട്. വിവാദങ്ങളിലൂടെ മാത്രമാണ് UDF മുന്നോട്ട് പോയത്. അതിനുശേഷം നമുക്കറിയാം, സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ PV അൻവറിൻ്റെ വാതിലെല്ലാം കൊട്ടിയടച്ചു എന്ന് പകൽ പ്രഖ്യാപിക്കുന്നു. രാത്രി പോയി തലയിൽ തുണിയിട്ട് പോയി ചർച്ച നടത്തുന്നു. ആ MLA വരെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം KPCC പ്രസിഡന്റിനുണ്ടാക്കി. പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൈക്കൂലിയാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടുള്ള വിവാദമുണ്ടാക്കി. ഒരു ചെറുപ്പക്കാരൻ പന്നിക്കെണിയിൽപ്പെട്ട് മരണപ്പെട്ടപ്പോൾ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറാണ് എന്നുള്ള തരത്തിൽ ചിത്രീകരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായിട്ട് നടത്തുന്ന പരിശോധനകൾ അത് വലിയ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. ഈ ഘട്ടത്തിലെല്ലാം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയി UDF ഒരു വിവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാനും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പല്ലവിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കുടുംബയോഗങ്ങളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളിലുമെല്ലാം വികസനത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ, LDF-ന്റെ നേതാക്കന്മാർ. അരുൺകുമാർ, താങ്കളിലേക്ക് വീണ്ടും മടങ്ങി വരാം.